ഹലോ ഡാ നീ ഇപ്പൊ എവിടാ? ബെഡിലേക്ക് കിടക്കുവാ. ഇതുവരെ എണീറ്റില്ലേ? എണീറ്റിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്താ ചെയ്യേണ്ടതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് നിന്നോടും പറയാം. എന്നിട്ട് അതേപോലെ ചെയ്യാം. അങ്ങോട്ട് വാ. Can I see your ID proof, ma'am? Sure. Just a moment. I'll stay down. Okay, ma'am. The room is available. Room number is 216, second floor. Oh, okay. Okay, ma'am. Thank you, ma'am. Thank you. Do you have പാവകളുടെ stall? Excuse me, sir. Exactly what? മരപ്പാവകൾ, polished, furnished and handcrafted. Sorry, sir. I don't know. Oh my God, what a pity. It's a hand-sculptured wooden doll made out of sheer polished, furnished and sheer pleasure in the integrity and heritage. You have a bakery, you have stationery, you even have a jewelry, but you don't have a പാവകളുടെ stall. ഞാനും കേട്ടിട്ടുണ്ട് സർ, ബട്ട് ഐ ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ്. It's okay. I can't stay in such hotel. സർ No, sorry, please. ഇന്നലെ ഇതുപോലെ ഒരാൾ ചോദിച്ചായിരുന്നു. ഓ ഓക്കെ. Excuse me. Hello, sir. Yeah. Can I meet Mr. Ramesh? Sure. Somebody came to meet you, sir. Send him. Okay, sir. Please go there. Yeah, thank you. Hi, sir. ഹായ്. സർ, ഞാൻ സെൽക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരികയാണ്. വി പ്രൊഡ്യൂസ് സം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വുഡൻ സ്കൾപ്ചേഴ്സ് ഫ്രം കാഞ്ഞിരപ്പള്ളി. It's an oldest Indian traditional art. Just have a look on it, sir. It's better than Barbie kind of stuff. It's a girl sculpture made of wooden. More demand, less availability. Because only Kanjirpalli people are the too much experts can do it, sir. കുറച്ച് നേരം മുമ്പ് കുറച്ച് കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചിട്ട് പോയേ ഉള്ളൂ. Oh my God, കണ്ടായിരുന്നോ? That's the grace of Kanjirpalli. അത് മാത്രമല്ല, sir. We can involve customers in it. ഹൗ? Let me explain. ഈ ചെറിയ ഡോൾസിന് ഫേസിലൊക്കെ എക്സ്പെർട്സിനെ വെച്ച് പെയിന്റ് ചെയ്ത ശേഷം ഈ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ലൈക്ക് പട്ടുകൊണ്ടുള്ള തുണി, കസവ് കൊണ്ടുള്ള നേരിയത്, പിന്നെ പട്ടുപാവാടിയും ബ്ലൗസും, ഇതൊക്കെ കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിച്ച് അവർ തന്നെ പെയിന്റ് ചെയ്താ. എക്സലന്റ്, വെരി ഗുഡ് ഐഡിയ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓ താങ്ക് യു സർ. ഇപ്പോൾ ഈ മോണിറ്ററി ടേംസിലേക്ക് വന്നതുകൊണ്ട് ഷാൽ വി മേക്ക് ഇറ്റ് 50-50 സർ, ഇൻക്ലൂഡിംഗ് GST. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു സർ? ഷുവർ. ഞങ്ങളുടെ ഹോട്ടലിനും നല്ല പേര് കിട്ടും. കസ്റ്റമേഴ്സിനും ഇതുപോലുള്ള ശില്പങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമാവും. വെൻ കൻ വി സ്റ്റാർട്ട് സർ? ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സർ. ഇതാണ് നമ്മുടെ ഹീറോ. ഇനി നമ്മുടെ ഹീറോയിൻ ഹാസിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഹാസിനയുടെ അമ്മയുടെ പേര് ശകുന്തള. ആകാശം ഇടിഞ്ഞു വീണാലും ഒരു കുലുക്കവും ഇല്ല. ലോജിക്ക് മാത്രമേ നോക്കാറുള്ളൂ. ഒരു തുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറി തനിക്ക് ഫേവറേറ്റ് അത് മാറ്റാനുള്ള കഴിവുണ്ട്. ഹാസിനയുടെ അച്ഛൻ വെങ്കിട്ട് രാമൻ 100 ഏക്കറിൽ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഒരു നല്ല കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് ചുരുട്ട് വലിക്കുന്ന ദുശീലമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ദുശീലങ്ങളെല്ലാം കളഞ്ഞിട്ട് അതിന്റെ ഗന്ധം മാത്രം ആസ്വദിക്കും. ഒരു കുടുംബം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹോം തിയേറ്ററിനുള്ളിൽ പോയി അദ്ദേഹം ഒറ്റയ്ക്ക് കഥ കടച്ചങ്ങിരിക്കും. ഇപ്പൊ ഒരു പുതിയ പ്രശ്നം വന്നിരിക്കുക. ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഭാര്യ ശകുന്തളയും ഉള്ളിലേക്ക് വരുന്നു.
എന്താണ് ചോദിച്ചത്? നന്നായിട്ട് പഠിക്കാം, കോളേജിലൊന്ന് ചേർത്ത് വിടാനല്ലേ ചോദിച്ചത്? അതെ അത് തന്നെ. വേണ്ട, പിന്നീട് നിങ്ങൾക്കൊരു സഹായവും ആവുമല്ലോ. അതിന്റെ ആവശ്യമില്ല. അവളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. എനിക്ക് ഇതുപോലെ കഴിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അവള് ചോദിച്ചതില് എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നുണ്ട്. പിള്ളേരോട് പഠിക്കാൻ പറയുമ്പോൾ ഭയങ്കര ശാഠ്യം തന്നെയായിരിക്കും. എന്നാൽ എനിക്ക് പഠിക്കണമെന്ന് ചോദിക്കുമ്പോ എങ്ങനെങ്കിലും പഠിപ്പിക്കാൻ അയക്കുന്നല്ലാതെ നിങ്ങൾ എന്തിനാ ഈ വാശി പിടിക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? അതെ, എനിക്ക് പ്രാന്ത. അവളെന്ന് വെച്ചാ എനിക്ക് പ്രാന്ത. അവളെ ഈ തോളത്ത് കിടത്തി ഓമനിച്ച് വളർത്തിയതല്ലേ, അതുകൊണ്ട്. അങ്ങനെയുള്ളപ്പോ സമ്മതമാണെന്ന് പറയുന്നതല്ലാതെ. എനിക്കിഷ്ടമല്ല. അതെ, അവള് PG പഠിക്കാൻ പോകുന്നതില് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ഇതേ അവിടെ കൊണ്ട് അവസാനിക്കില്ല. ഫ്രണ്ട്സ്, പാർട്ടി, പിന്നെ പബ്ബ്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തിനെ കയറി പ്രേമിച്ച് അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, ചത്താലും ജീവിച്ചാലും അത് അവന്റെ ഒപ്പം ആയിരിക്കും, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടി പോവും എന്നൊക്കെ അവള് പറഞ്ഞാലോ? അതാണ് നിങ്ങളുടെ പേടി. ഒരു കാര്യം പറയട്ടെ, ഞാൻ എത്ര ഓമനിച്ച് വളർത്തിയതാ, നിങ്ങളുടെ തോളിൽ കിടന്ന് വളർന്നതാ. നമ്മൾ രണ്ടുപേരും താലോലിച്ച് വളർത്തിയവളല്ലേ. അവൾ അത്ര വേഗം ഒന്നും ഒരു തീരുമാനവും എടുക്കില്ലെന്നേ. പുറം ലോകം കാണുന്നതുവരെ മാത്രം അവള് കുഞ്ഞ്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ, ഞാൻ പറയുന്നത് കേക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് തല പുണ്ണാക്കാതെ, അവളെയും വിഷമിപ്പിക്കാതെ. അവളങ്ങനെ ആരെയും കയറി പ്രേമിക്കില്ലെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ? ഉറപ്പിച്ചു തന്നെയാ പറയുന്നത്. എനിക്ക് അവളിൽ ഒരുപാട് വിശ്വാസമുണ്ട്. അവളത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. നിനക്ക് അത്ര ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഗ്യാരണ്ടി തരാം. ശരി, നിന്റെ ഇഷ്ടം. അത് നിങ്ങൾ തന്നെ അവളോട് പറഞ്ഞോളൂ, അവൾക്ക് ഒരുപാട് സന്തോഷമാവും. ശരി, വാ പറയാം. അച്ഛാ, അമ്മ പറയും. അമ്മ സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു അമ്മേ. ഫുഡ് വളരെ നന്നായിരുന്നു അല്ലേ? നല്ല അടിപൊളി ഓക്കെ. അവിടെ എന്തോ പാവകളുടെ എക്സിബിഷൻ നടക്കാണെന്ന് തോന്നുന്നു. എടാ, ഇന്ന് ഈ മെഴുക് ശില്പത്തെ പൊക്കിയെടുത്തോണ്ട് തന്നെ പോണം. അവളുടെ ഗ്ലാമർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ എനിക്ക് നഷ്ടപ്പെടരുത്. മിസ്സായ സംഗതിയെല്ലാം പൊളിഞ്ഞു പോവുകയാ. ഏയ് മിസ്റ്റർ, ഇത് ഫാമിലി ഹോട്ടലാ, ഇതൊന്നും ഇവിടെ പറ്റില്ല. അപ്പൊ പുറത്ത് ചെയ്യാല്ലേ? ഹലോ ആവശ്യമില്ലാതെ കൂടുതൽ സംസാരിച്ച പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. പോലീസിനെ വിളിക്കേ. സാർ, സാർ അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ, ഞങ്ങൾ പൊക്കോളാം. എടാ വാ പോവാം. ഇതെന്താടാ കണ്ണു വരയ്ക്കേണ്ട അടുത്ത് മൂക്കും വരയ്ക്കേണ്ട അടുത്ത് കണ്ണു വരയ്ക്കുന്നേ? എന്താടാ ഇത്? ഇതിനൊക്കെ ജീവ വരണമെങ്കിൽ നന്നായിട്ട് പെയിന്റ് ചെയ്യണം. കാണുന്നവർ കണ്ടുടനെ വാങ്ങണം. ശില്പമായിട്ടല്ല ഇരിക്കേണ്ടത്, ജീവനുള്ള വസ്തുവായിട്ട് കസ്റ്റമർക്ക് തോന്നണം. അത് നിന്റെ കയ്യിലാ ഇരിക്കുന്നത്. വെങ്കിട്ടറാവ് ആ പറഞ്ഞത് ശരിയാ. വരണം സാറേ. ഏത് സമയത്താണ് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടിയെന്ന് അറിയില്ല. നല്ല ഗംഭീരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നാ തോന്നുന്നത്. ഇത് 5 സ്റ്റാർ ഹോട്ടലാ, അതുപോലെയുള്ള പവർ ഉണ്ടാവും. അപ്പൊ വില പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പോയിട്ട് വരും സാർ. അപ്പൊ മീൻകറി വെക്കാം. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇപ്പൊ നീ പണി ചെയ്യ്. It's very rare piece, madam. One and only piece. There are no other pieces ditto like this. This is pure handmade, madam. Oh my god, Yeah. it's so sweet.
Yeah, it's very sweet, madam. Like, you know, gulab jam, rasgulla. Those you can eat with your mouth, but these you can eat with your eyes. Nice. Yes, eyes. Yeah. It's so nice. What are those? Those are unfinished other items, madam. Other, Oh, not these. okay. This is only one piece. One piece. Made by Mr. V. Raman. He's very expert, madam. വീരാമൻ എന്തിനാടാ പറയുന്നേ? വെങ്കട്ടരാമൻ. വെങ്കട്ടരാമൻ. Oh, Venkataraman. Nice, Venkataraman. nice. How much? Ma'am, just 14,999 plus GST. Okay, I go to my room and then come back with my credit card. Thank you. അപ്പോൾ ഇത് വേണ്ടേ? What? Nothing. You can go and get the credit card. Thank Go. you. Okay. എടുത്തിട്ട് വന്നോടെ അലവലാതികള്. ദാ പിടിക്ക്. Take this. ആ ശില്പങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല രസമുണ്ട്. പോയി നോക്കാം. വാ, പോയി നോക്കാം. വരൂ വരൂ. എക്സ്ക്യൂസ് മീ. അതേപോലെ ഒരു റെയർ പീസ് ഇനി ഒരെണ്ണം കൂടെ കാണുമോ? ഏയ്, എടുക്ക്. ഇതാ. ഇത് എന്റെ കണ്ണില് രസഗുളയെക്കാളും ഗുലാബ് ജാമുനേക്കാളും നല്ല സ്വീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു ബിസിനസ് ഒക്കെ ആവുമ്പോൾ ഇങ്ങനത്തെ മാജിക് ഒക്കെ കാണിച്ചാലേ പറ്റൂ. നിങ്ങളുടെ കൂടെ ഉള്ളവരും അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഈ ശില്പങ്ങളെ ക്ലോത്ത് കൊണ്ട് മൂടിയതുകൊണ്ടാണോ? എന്റെ ആളുകൾക്ക് വളരെ നല്ല ടൈമിംഗാ. പക്ഷെ ഇയാളുടെ ടൈമിംഗ് അതിനേക്കാളും ബെസ്റ്റ്. താങ്ക് യു ഉണ്ട്. ഈ ഉള്ളി റിയർ പീസിനെ എനിക്ക് വേണ്ടി ഒന്ന് പാക്ക് ചെയ്തേക്ക്. പാക്ക്. അല്ല, പ്രൈസ് വെച്ചില്ലല്ലോ. 14,999 പ്ലസ് GST. സിനിമ മുഴുവൻ അവിടെ ഇരുന്ന് കണ്ടല്ലേ? ഇത് കഴിഞ്ഞ ആ സൈന്യാധവന്റെ ശില്പവും കൂടെ എനിക്ക് വേണ്ടി പാക്ക് ചെയ്തേക്കും. സൈന്യാധിപന്റെ ആണോ? Na